ആര്യൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ജെല്ലി ക്യാൻഡി ആണ്. ജെല്ലി ക്യാൻഡി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ ജലാറ്റിനും പഞ്ചസാരയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കൂടി വന്ന് 15-20 മിനിറ്റ് വരെ നമുക്ക് ജെല്ലി ക്യാൻഡി ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നോക്കാം. അപ്പോൾ വീഡിയോന്റെ ലാസ്റ്റ് വരെ കാണുക, എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളത് എങ്ങനെ ചെയ്യാന്നുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക. ജെല്ലി ക്യാൻഡി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ജെല്ലി ക്യാൻഡി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ജെല്ലി ക്യാൻഡിയുടെ ബേസ് എന്ന് പറയുന്നത് ജെലാറ്റിൻ ആണ്. അപ്പോൾ ജെലാറ്റിൻ ഇപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ജെല്ലി ക്യാൻഡി ആണ്. അപ്പോൾ ജെലാറ്റിൻ എടുക്കുമ്പോൾ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജെലാറ്റിൻ എടുക്കുക, ഫ്ലേവർ ഇല്ലാത്തത്. ആദ്യം തന്നെ ഈ ജെലാറ്റിൻ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നിങ്ങൾ എടുക്കുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണക്കാണ് പറയണത്. 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇതിനകത്ത് നിന്ന് എടുക്കുക. ഈ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുക. ഈ ഒരു ബൗളിലാണ് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പൊ 3 ടേബിൾ സ്പൂൺ എടുക്കുക. ഞാനിപ്പോൾ 2 കാണിച്ചുള്ളൂന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം വേണം. ഇതെന്റെ അളവ് ഗ്ലാസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാസിന്റെ 1/2 ഗ്ലാസ് ആക്കി നിങ്ങൾ പകുതിയാക്കിയിട്ട് എടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 120 മില്ലി എടുത്താലും മതി. ഇത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പൊ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക. ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അത് കൂട്ടിയും കുറച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. അളക്കണമെന്നൊന്നുമില്ല. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ്, തികച്ചില്ല, എന്നാൽ 1/2 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സിന് ഇടയിലുള്ള വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും സാധാ പച്ചവെള്ളമാണ്, ചൂടുവെള്ളമല്ല. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി പൊക്കോളും. ആ മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് മാറ്റാം. ആ സമയം കൊണ്ട്, അതായത് പഞ്ചസാര നമ്മൾ മെൽറ്റ് ആക്കാൻ വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ ബൗളും കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാം. അപ്പൊ ഞാൻ 3 കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 3 ബൗള് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ബൗളിലേക്കാണ് നമുക്ക് ആ സിറപ്പ് മാറ്റേണ്ടത്. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ റെഡ് കളറും, ഒരെണ്ണത്തേക്ക് ഗ്രീൻ കളറ്, പിന്നെ ഒരെണ്ണത്തേക്ക് യെല്ലോ കളറാണ് ചെയ്യുന്നത്. പിന്നെ ഫ്ലേവർ ഞാൻ കൊടുക്കുന്നത് സ്ട്രോബെറിന്റെ ഫ്ലേവർ കൊടുക്കുന്നുണ്ട്, പിന്നെ പൈനാപ്പിൾ ഫ്ലേവറും, പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വാനില വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതേമാതിരി നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം തന്നെ വെക്കണം. ഇതിപ്പോ ഷുഗർ എല്ലാം നന്നായി ഡിസോൾവ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മെൽറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുത്ത് മാറ്റാം. ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ഈ ജലാറ്റിനിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ജലാറ്റിൻ മുഴുവനായിട്ട് അലിഞ്ഞൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് അലിയിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ 3 ബൗളിലേക്ക് ഇതിന്ന് പകർത്തി ഒഴിക്കുക. നിങ്ങൾക്ക് പകർത്തി ഒഴിക്കുന്നത് വേണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അതായത് ഒരു സ്പൂൺ വെച്ചിട്ട് എങ്ങനെ അളന്നൊഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ന കളറിന് ഇച്ചിരി കൂടുതൽ ഒഴിക്കാം, ഇന്ന കളറിന് ഇച്ചിരി കുറവ് ഒഴിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഒഴിക്കണമെന്ന് ഒഴിച്ചാലും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ആദ്യം ഗ്രീൻ കളറാണ് ചേർക്കുന്നത്. പിന്നെ ഈ ബൗളിലേക്ക് റെഡ് കളറ്, കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്ന കളർ തന്നെ വേണമെന്നില്ല. ഇതിനകത്തേക്ക് ഞാൻ യെല്ലോ കളറാണ്, അത് ലിക്വിഡ് അല്ല, പൗഡറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുടഞ്ഞിടുന്നത്. ഇനി നന്നായിട്ട് ഇത് 3 നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 3 നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ എസെൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കളറിലേക്ക് ചേർക്കുന്നത് സ്ട്രോബെറിന്റെ എസെൻസ് ആണ്. അത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ആണ് ഈ സ്ട്രോബെറിന്റെ എസെൻസ്. പിന്നെ യെല്ലോയിലേക്ക് ചേർക്കുന്നത് പൈനാപ്പിളിന്റെ ആണ്. പിന്നെ ഗ്രീനിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം, അതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. എനിക്കിപ്പോൾ അത് താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ അതിനകത്തേക്ക് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതെന്റെ കയ്യിൽ ഉണ്ടായ കാരണമാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുത്താലും മതി. ഇതും ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം 3ഉം. ഇതിപ്പോ 3 നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന്റെ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതിന്റെ മോൾഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, നല്ല ഷേപ്പിലൊക്കെയുള്ള മോൾഡുകൾ.
ഇതിപ്പോൾ ടെഡി ബെയറിന്റെയോ ആനിമൽസിന്റെയോ ഫ്രൂട്ട്സിന്റെയോ വെജിറ്റബിൾസിന്റെയോ അല്ലെങ്കിൽ ഡിസ്നി ക്യാരക്ടേഴ്സിന്റെ ആയാലും മോൾഡുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോൾഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഐസ് ട്രേ എടുത്താൽ മതി. ഐസ് ട്രേയിൽ ഒഴിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് ഒഴിക്കുക. അതായത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിലും ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്യണം. എന്നിട്ട് ഒഴിച്ചു വെക്കുക. അതായത് വീർത്തൊന്നും വരത്തില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് സെറ്റ് ആവത്തേ ഉള്ളൂ. ഇതേപോലെ എല്ലാതും ഫില്ല് ചെയ്യുക. 3 കളർ നിങ്ങൾക്ക് ഒരു ട്രേയിൽ തന്നെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ 2 കളറാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രീൻ കളർ അപ്പൊ ഞാൻ വേറെ ഫില്ല് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞോണം 2 കളർ ഇനി പറ്റിയുള്ളൂ. അപ്പൊ ഇത് നമുക്കൊരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. വേറെ പണിയൊന്നുമില്ല. ഒരു 15 മിനിറ്റ് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ കളർ എനിക്ക് അതിനകത്ത് ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അളവിന്റെ കപ്പിനകത്ത് ആ ഗ്ലാസ്സിലാണ്. അപ്പൊ ഈ ഷേപ്പിന് എനിക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് ഞാൻ ഇത് ഒഴിക്കുകയാണ് ഗ്രീൻ കളർ. വെറുതെ പുറത്ത് വെച്ചാലും അത് സെറ്റ് ആയി പോകും. അപ്പൊ ഏതെങ്കിലും ഒരു ഷേപ്പ് കിട്ടൂല്ലോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതും മറ്റേത് വെച്ചോണം തന്നെ ഒരു 15 മിനിറ്റ്, മാക്സിമം പോയി 20 മിനിറ്റ്. 20 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. 15 മിനിറ്റ് മതി. അപ്പൊ ഇതും മറ്റേതിന്റെ കൂടെ തന്നെ ഞാൻ വെക്കാനാണ് പോണേ. നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലും ബ്ലും ഇരിക്കും. ഇനി ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ്. ഒരു ടൂത്ത് പിക്കോ വല്ലതും വെച്ചിട്ട് സൈഡ് അല്ലെങ്കിൽ നൈഫ് ആയാലും വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ അടുത്ത് മാറ്റാം. ഒരു നൈഫ് വെച്ചിട്ട് ഇതിന്റെ 4 സൈഡ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഇതിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു പോന്നോളും. ഈ 2 ട്രേലത്തെ ക്യാൻഡീസും നിങ്ങൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി ക്യാൻഡിയാണ്. ഇങ്ങനെ തൊട്ട് നോക്കി തന്നെ കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. നമ്മൾ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജെല്ലി ക്യാൻഡിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. പിന്നെ ഷേപ്പ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു വെച്ചാൽ ഈ ഷേപ്പേ കിട്ടത്തുള്ളൂ. പിന്നെ മോൾഡിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സാധാ മറ്റേ നമ്മൾ എന്നാ പറയാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷേപ്പ് കിട്ടും. ഇത് കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചാൽ തന്നെ അത് 2 പീസായിട്ട് പോകും. അത്രയും സോഫ്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊക്കെ നല്ല പഞ്ചസാരേന്റെ തരികളൊക്കെ ആയിട്ട് ഇരിക്കും. നമ്മൾ ഇത് ചെയ്യണോണം, തേൻ നിലാവൊക്കെ ചെയ്യണോണം പഞ്ചസാരയിൽ കോട്ട് ചെയ്ത് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും കഴിക്കാം. അപ്പൊ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക.